കാരണം അർത്ഥം അറിഞ്ഞും കൊണ്ടാണ് അവർ നിർവഹിക്കുന്നത്. അതുപോലെ തന്നെ തുർക്കിയിൽ നിന്നുള്ള തീർത്ഥാടകർ ശ്രദ്ധിക്കപ്പെടേണ്ടവരാണ്. അവരും വളരെ അച്ചടക്കത്തോടു കൂടി അതോടൊപ്പം തന്നെ ആത്മീയതയുടെ എല്ലാ മാനങ്ങളും തന്നെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അവർ നടത്തുന്നത്. അതേ സമയത്ത് ഇപ്പോൾ അടുത്ത കാലഘട്ടത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്ന്, റഷ്യയിൽ നിന്ന് ധാരാളം പേര് വരുന്നുണ്ട്. എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത് മധ്യേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് അസർബൈജാന്, ഉസ്ബെക്കിസ്ഥാന്, കിർഗിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ വരുന്ന തീർത്ഥാടകർ. അവരെ ഒരുപക്ഷെ നവവിശ്വാസികളെന്ന് പറയാം. കാരണം ഒരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം നടന്ന സമയത്ത് ആ രാജ്യങ്ങളും തന്നെ കൂടുതലായി തീർത്ഥാടകർ വന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ സ്വതന്ത്രമായതിനു ശേഷമാണ് അവിടെ നിന്ന് ഏറ്റവും വലിയ സംഘങ്ങൾ വരാൻ തുടങ്ങിയത്. അതിനുശേഷം അവർ വർദ്ധിത വീര്യത്തോടു കൂടിയിട്ട് ഒരിക്കലും കാണാത്തൊരു ആവേശത്തോടു കൂടിയാണ് അവർ ഹജ്ജ് നിർവഹിക്കുന്നത് കണ്ടത്. ഒരു പക്ഷേ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, വേണ്ടത്ര അച്ചടക്കമോ അതോടൊപ്പം തന്നെ വേണ്ടത്ര പരിശീലനമോ ഇല്ലാത്തത് നമ്മുടെ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ്. ഇന്ത്യ, പാകിസ്ഥാന്, അതുപോലെ തന്നെ ബംഗ്ലാദേശ്. ഒരു പക്ഷേ അതിലൊരു അപവാദമായി നിൽക്കുന്നത് കേരളത്തിലെ ഹാജിമാരാണ് എന്ന് നമ്മുടെ ഹജ്ജ് മിഷനിലെ ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെ സൂചിപ്പിക്കാറുണ്ട്. അച്ചടക്കമോ അവരുടെ വേഷവിധാനത്തിലുള്ള സൂക്ഷ്മതയൊന്നും കാത്തു സൂക്ഷിക്കാത്തൊരു വിഭാഗമായി ഏറ്റവും കൂടുതൽ ഹാജിമാർ വരുന്ന ഈ ഭാഗത്തെക്കുറിച്ച് പലപ്പോഴും തന്നെ പരാതി ഉയരാറുണ്ട് എന്നൊരു സത്യമാണ്. റൈറ്റ് കാസിം ഇരിക്കൂർ. കെ എം ബഷീർ, ഇപ്പോൾ ഹജ്ജ് മതാഫ് വികസനങ്ങൾ നടക്കുകയാണ്. ഇത്തരത്തിൽ ഈ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹജ്ജ് കോട്ടയിൽ വെട്ടിക്കുറച്ചിരിക്കുന്നു. അതുകൊണ്ട് കുറച്ച് തീർത്ഥാടകരുടെ കുറവുണ്ടായിരിക്കുന്നു. ഇത്തരം വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള നിയന്ത്രണങ്ങളുടെ ഭാഗമായി ഇപ്പോൾ ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അനുമതി പത്രമില്ലാതെ ഹജ്ജിന്റെ പ്രദേശങ്ങളിലേക്ക് നിലയിലേക്ക് കടക്കാൻ പാടില്ല എന്നാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. നാട്ടിൽ നിന്ന് വരുന്നവരാകട്ടെ, ഇവിടുന്ന് വരുന്നവരാകട്ടെ ഒക്കെ തന്നെ ഹജ്ജിന്റെ കൃത്യമായ അനുമതി പത്രത്തോടു കൂടി മാത്രമേ അവർക്ക് നിലയിലേക്കും ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്കും പ്രവേശിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ഒന്ന്. ഇപ്പോൾ തന്നെ ഏതാണ്ട് 15,000-ഓളം ഇതിന് അനുമതി പത്രമില്ലാതെ നിലയിലേക്ക് കടന്ന് 15,000-ഓളം ആളുകളെ പിടിക്കുകയും നിലയിലേക്ക് കടക്കാൻ ശ്രമിച്ച 15,000-ഓളം ആളെ പിടിക്കുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അങ്ങനെ കടത്താൻ വേണ്ടി ശ്രമിച്ച 50-ഓളം ആളുകളെ വേറെ തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മനസ്സിലാക്കുന്നത് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഈ നിയന്ത്രണം മൊത്തത്തിലുള്ള ഹജ്ജിന്റെ സുഖമായ നടത്തിപ്പിലാണ് എന്ന ബോധം ഹാജിമാരിൽ ഉണ്ടാവണം എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുഗമമായ ഹജ്ജ്, സുരക്ഷയോടുകൂടിയുള്ള ഹജ്ജ്, ഇതിലാണ് അവരുടെ മുദ്രാവാക്യം. അതോടൊപ്പം തന്നെ ഹാജിമാര് ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേകമായ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ അനുമതി പത്രം ഉള്ളതോടൊപ്പം തന്നെ തന്നെ കൊണ്ട് മറ്റൊരു ഹാജിക്കും ഒരു പ്രയാസവും ഉണ്ടാവാതെ ഹജ്ജ് നിർവഹിക്കണം എന്ന ഒരു മനസ്സ് ഹാജിമാർക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഹാജിമാർക്ക് ഹിദ്മത്ത് ചെയ്യാൻ കഴിയുക എന്നത് ആ അർത്ഥത്തിലാണ്. അതോടൊപ്പം ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള കർശനമായ എല്ലാ നിയന്ത്രണങ്ങളും ഈ വിഷയത്തിൽ പാലിക്കാൻ ഹാജിമാര് ബാധ്യസ്ഥരാണ്. അഥവാ പിടികൂടപ്പെട്ടാൽ, ആരെങ്കിലും അനധികൃതമായി നിലയിലേക്ക് കടക്കാൻ ശ്രമിച്ച് പിടികൂടപ്പെട്ടാൽ അത് സ്വദേശികളാണ് എങ്കിൽ അവർക്ക് പോലും കടവും പിഴയും ഉണ്ടാകും. വിദേശികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരെ പിടികൂടപ്പെടുകയും നാടുകടത്തുകയും 10 വർഷത്തേക്ക് സൗദിയിലേക്ക് വരുകയും ചെയ്യും. അത്രയും കർശനമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വളരെയധികം നന്ദി കെ എം ബഷീർ, കാസിം ഇരിക്കൂർ, റഫീഖ് റഹ്മാൻ മൂഴിക്കൽ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്, പ്രതികരിച്ചതിന്. ജീവിതത്തിലെ മഹത്തായ ഭാഗ്യമാണ് ഹജ്ജ് നിർവഹിക്കാൻ സാധിക്കുക എന്നത്. അതിനാൽ ഹജ്ജ് വേളയിലെ അവസരങ്ങൾ പരമാവധി ഉപയോഗിച്ച് ദൈവത്തിലേക്ക് അടുക്കാൻ പരിശ്രമിക്കണമെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ഹാജിമാരോട് ആവശ്യപ്പെട്ടു. ഹജ്ജ് നിർവഹിക്കാനെത്തിയ അദ്ദേഹം മക്കയിൽ മീഡിയ വണ്ണിനോട് സംസാരിക്കുകയായിരുന്നു. ജീവിതത്തിലെ അമൂല്യമായ സമയമാണ് ഹജ്ജിന്റെ ദിനങ്ങൾ. വിശ്വാസികൾക്ക് പാപമുക്തമായ ജീവിതത്തിലൂടെ ദൈവത്തിലേക്ക് അടുക്കാനുള്ള അവസരമാണിത്. ഹാജിമാർ ഇത് പ്രയോജനപ്പെടുത്തണമെന്നും ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ പറഞ്ഞു. അവരാ സമയം ജീവിതത്തിൽ വളരെ അമൂല്യമായ സമയമാണ്. പ്രാർത്ഥനക്കും അവരുടെ ഇബാദത്തിനുമെല്ലാം ഹറമിൽ ഉള്ള ഇബാദത്ത് തന്നെ വളരെ അധികം പുണ്യമുണ്ട് മറ്റു സ്ഥലങ്ങളിൽ വെച്ച് ഇബാദത്ത് എടുക്കുന്നതിനേക്കാൾ. അപ്പോൾ ഓരോ ഹജ്ജിന് വന്ന ആളുകളും അതൊരു മഹാഭാഗ്യമായിട്ട് മനസ്സിലാക്കുകയും അവർക്കുള്ള മുഴുവൻ സമയം ഇബാദത്ത് ദുആയിൽ അവർ ചെലവഴിക്കേണ്ടതും ആണ്. ജീവിതത്തിൽ എല്ലാം തികഞ്ഞതിന് ശേഷം നിർവഹിക്കേണ്ട കർമ്മമല്ല ഹജ്ജ്. സാമ്പത്തികമായും ശാരീരികമായും ഹജ്ജ് നിർവഹിക്കാനുള്ള കഴിവുണ്ടായാൽ ഉടൻ ഹജ്ജ് നിർവഹിക്കണം. ജീവിതത്തിന്റെ അവസാന ഭാഗത്തേക്ക് മാറ്റിവെക്കരുത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ചെറുപ്പക്കാരിപ്പോൾ കൂടുതലായി ഹജ്ജിന് വരുന്നത് സന്തോഷകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. മുമ്പത്തേക്കാൾ കുറേ അധികം ആളുകളും ഹജ്ജിന് വരുന്നുണ്ട്.
അത് കാലത്തിനനുസരിച്ച് ചില സൗകര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കൂടുതൽ ആളുകൾ ഹജ്ജ് ഉംറയ്ക്ക് വരാൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കൂടുതൽ സന്തോഷകരമായൊരവസ്ഥയാണ് അതിനുള്ളത്. ഹജ്ജ് നിർവഹിക്കാനെത്തിയ ചെറുശ്ശേരിക്ക് സമസ്തയുടെയും പോഷക സംഘടനകളുടെയും വിവിധ മഹല്ല് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ജിദ്ദയിലും മക്കയിലും നിരവധി സ്വീകരണ പരിപാടികൾ ഒരുക്കിയിരുന്നു. മീഡിയ 1 മക്ക. രേഖകളില്ലാതെ പദവി ശരിയാക്കാൻ കഴിയാത്തവർക്ക് റിയാദിലെ ഇന്ത്യൻ എംബസി പ്രത്യേക രജിസ്ട്രേഷൻ ആരംഭിച്ചു. നവംബർ 3 ശേഷം നിയമലംഘകർ ശിക്ഷാ നടപടികൾക്ക് വിധേയമാകുമെന്ന് ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകി. നവംബർ 3 ഇളവ് കാലാവധി അവസാനിക്കാനിരിക്കെയാണ് ഇന്ത്യൻ എംബസിയിൽ പ്രത്യേക രജിസ്ട്രേഷൻ സംവിധാനം ആരംഭിച്ചത്. രേഖകളില്ലാത്തതിനാൽ രാജ്യം വിടാനോ പദവി ശരിപ്പെടുത്താനോ കഴിയാത്തവർക്കാണ് പുതിയ സൗകര്യം. ആദ്യ ദിവസം 150-ലധികം പേർ രജിസ്റ്റർ ചെയ്യാനെത്തിയതായി എംബസി അറിയിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ പുതിയ സേവനം ഉപയോഗപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷ. ആഭ്യന്തര തൊഴിൽ മന്ത്രാലയങ്ങളുടെ മുന്നിലെത്തിച്ച് ഇവരുടെ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് ഇന്ത്യൻ എംബസി DCM സിബി ജോർജ് വ്യക്തമാക്കി. 12th, 13th and 14th of October we have the special drive. We will register the people who cannot go or who could not correct. We will take up it with the Saudi authorities at the appropriate level, and I am confident that we would be able to get a favorable response from them. ഇന്ത്യക്കാരുടെ നിയമപരിരക്ഷ ഉറപ്പാക്കാൻ എംബസി എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ഇത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണം. നവംബർ 3 ശേഷം നിയമലംഘകർ ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുമെന്നും സിബി ജോർജ് മുന്നറിയിപ്പ് നൽകി. Don't wait hoping that there would be an extension. The Saudi authorities have made it very clear that there would be no extension. Utilize this week, next week and the week after that to completely clear. We should not think that, we should tell this to everybody all over the country. Those who haven't corrected, please correct it now. Those who cannot correct it, please leave now. After November 3rd, there would be penal action. 6 മാസത്തിലധികമായി ലഭിച്ച ഇളവുകാലം അവസാനിക്കാനായി ഇനിയും പരീക്ഷണങ്ങൾക്ക് കാത്തിരിക്കരുതെന്ന മുന്നറിയിപ്പാണ് എംബസി നൽകുന്നത്. KCM അബ്ദുള്ള, മീഡിയ 1 റിയാദ്. ഒമാനിലെ ഏറ്റവും വലിയ മലയാളി ഈദ്ഗാഹ് മസ്കത്തിലെ ഗാല അൽ റുസൈഖി ഗ്രൗണ്ടിൽ ഒരുക്കും. ഇബ്രാഹിം കുട്ടി വടുതല നേതൃത്വം നൽകും. പെരുന്നാൾ നമസ്കാരം രാവിലെ കൃത്യം 7-ന് ആരംഭിക്കുമെന്ന് സംഘാടക സമിതി അറിയിച്ചു. അജ്മാനിലെ അടച്ചിട്ട ഗ്രോസറിയിൽ തീപിടുത്തം. അജ്മാൻ പവർ ഹൗസിന് സമീപം തമിഴ്നാട് സ്വദേശിയുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന സൗദ് ഗ്രോസറിയിലാണ് തീപിടിച്ചത്. കടയടച്ചതിനു ശേഷം രാത്രി 10 മണിയോടുകൂടിയാണ് തീ ആളിക്കത്താൻ തുടങ്ങിയത്. അഗ്നിശമന സേനയുടെ സമയോചിതമായ ഇടപെടൽ മൂലം വൻ ദുരന്തം ഒഴിവായി. മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർ താമസിക്കുന്ന കെട്ടിടമാണിത്. കേരള സോഷ്യൽ സെന്റർ അങ്കണത്തിൽ നടത്തിയ ഇൻഡോർ സ്പോർട്സിൽ നിരവധി പേർ പങ്കെടുത്തു. കുട്ടികളും മുതിർന്നവരും ആവേശപൂർവ്വമാണ് കായികോത്സവത്തെ വരവേറ്റത്. KSC പ്രസിഡന്റ് MU വാസു പരിപാടി ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ജയകുമാർ, കായിക വിഭാഗം സെക്രട്ടറി PK നിയാസ്, വൈസ് പ്രസിഡന്റ് സുനീർ, ഉദയ് ശങ്കർ, മീഡിയ കോർഡിനേറ്റർ ഫൈസൽ ബാവ എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളിൽ മുന്നിലുള്ള രാജ്യമായ ബഹ്റൈനിൽ ഈ രംഗത്ത് നിരവധി പദ്ധതികളാണ് പുതുതായി നടപ്പിലാക്കുന്നത്. 3 വനിതാ മന്ത്രിമാർ നിലവിലുള്ള രാജ്യത്ത് സ്ത്രീകളുടെ അധികാര പങ്കാളിത്തത്തിനും തൊഴിൽ രംഗത്തെ മുന്നേറ്റത്തിനും ഉതകുന്ന പദ്ധതികളാണ് ഭരണകൂടം നടപ്പാക്കുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വനിതാ ശാക്തീകരണത്തിനും സ്ത്രീകളുടെ അധികാര പങ്കാളിത്തത്തിനും മുന്തിയ പരിഗണന നൽകി വരുന്ന രാജ്യമാണ് ബഹ്റൈൻ. രാജ്യത്തെ തൊഴിൽ വിപണിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തത്തിന് കൂടുതൽ ശക്തി പകരാൻ തൊഴിൽ മന്ത്രാലയം ഈയിടെയായി വിവിധ പദ്ധതികളാണ് ആവിഷ്കരിച്ചത്. തൊഴിൽ വിപണിയിൽ സ്ത്രീകൾക്ക് കൂടുതൽ പരിഗണന നൽകി അവരുടെ തൊഴിൽ ശതമാനം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുമെന്ന് തൊഴിൽ മന്ത്രി ജമീൽ ബിൻ മുഹമ്മദ് അലി ഹുമൈദാൻ വ്യക്തമാക്കി. വനിതകൾക്കായി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും അവർക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ലഭിക്കുവാനുള്ള വഴികൾ ശക്തിപ്പെടുത്തുകയും ചെയ്യും. വനിതകൾക്ക് പ്രത്യേക പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുക വഴി 3874 പേർക്ക് പുതുതായി തൊഴിൽ നൽകിയതായും മന്ത്രി പറഞ്ഞു. പുതിയ തൊഴിൽ നിയമത്തിൽ വിവിധ തുറകളിൽ ജോലി ചെയ്യുന്ന വനിതകളുടെ ശാക്തീകരണത്തിന് സഹായിക്കുന്ന നിരവധി വ്യവസ്ഥകൾ ഉൾപ്പെടുത്തുമെന്നും തൊഴിൽ മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. ടിക്കറ്റില്ലാതെ മെട്രോ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഹാജിമാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് ഹജ്ജ് മന്ത്രാലയം നടപടികൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി പിടിക്കപ്പെടുന്ന ഹാജിമാർക്ക് തസ്രീഹ് നൽകിയ കമ്പനിക്ക് ഉത്തരവാദിത്തം ചുമത്തുന്നതിന് നിർദ്ദേശിക്കുന്ന സർക്കുലർ മന്ത്രാലയം പുറത്തിറക്കി. 10,000ങ്ങളെ സാക്ഷിയാക്കി വെസ്റ്റേൺ പാർക്കിലെ ഗ്രാൻഡ് മാളിന്റെ ഉദ്ഘാടനം ഖത്തർ തൊഴിൽ വകുപ്പ് മന്ത്രി നിർവഹിച്ചു. ഖത്തറിലെയും കേരളത്തിലെയും നിരവധി പ്രമുഖർ പരിപാടിയിൽ സംബന്ധിച്ചു. റീജൻസി ഗ്രൂപ്പിന്റെ ഖത്തറിലെ പ്രഥമ സംരംഭമാണ് ഗ്രാൻഡ് മാൾ. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 6-നാണ് ഖത്തർ തൊഴിൽ വകുപ്പ് മന്ത്രി ഡോക്ടർ അബ്ദുള്ള ബിൻ സാലിഹ് അൽ ഖുലൈഫി മാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്.
എല്ലാത്തര വരുമാനക്കാരെയും ഉദ്ദേശിച്ചുകൊണ്ടുള്ള സംരംഭമാണ് ഗ്രാൻഡ് മോൾ എന്ന് പ്രോപ്പർട്ടി കമ്പനി മാനേജ്മെന്റ് ഡയറക്ടർ മന ഇബ്രാഹിം അൽ മന വ്യക്തമാക്കി. 8000 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഹൈപ്പർ മാർക്കറ്റിൽ ഫ്രഷ് ഫുഡിന് വിശാലമായ ഏരിയയാണ് നീക്കിവച്ചിരിക്കുന്നത്. മികച്ച സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് എന്നതായിരിക്കും ഹൈപ്പർ മാർക്കറ്റിന്റെ മുഖമുദ്രയെന്ന് മാനേജിംഗ് ഡയറക്ടർ വിശദീകരിച്ചു. മുമ്പെങ്ങുമില്ലാത്ത വിധം വൻ ജനാവലിയായിരുന്നു ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നത്. ഖത്തറിന്റെ വിവിധ ഭാഗത്തു നിന്നും ഒഴുകിയെത്തിയ ജനത്തെ നിയന്ത്രിക്കാൻ പോലീസും സന്നാഹവും വളരെ പാടുപെട്ടു. ഖത്തർ എയർവേസ് സിഇഒ അക്ബർ അൽ ബേക്കർ, റീജൻസി ചെയർമാൻ ഷംസുദ്ദീൻ ബിൻ മുഹീദ്ദീൻ, സീഷോർ ചെയർമാൻ സാലിം അൽ മുഹന്നദി, മുൻ MP PV അബ്ദുൽ വഹാബ് തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. റമീസ് ചാത്തിയാറ, മീഡിയ 1, ദോഹ.